ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസ് ഓഫ് വക്കൻ്റെ നമ്മുടെ തേർഡ് എപ്പിസോഡിന്റെ കഥ അഥവാ തേർഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ 2 എപ്പിസോഡ്സ് നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു കഥ നടക്കുന്നത് ചൈനയിലാണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് കാലഘട്ടത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് നോക്കാം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന തേർഡ് എപ്പിസോഡ് ഓഫ് ഐസ് ഓഫ് വക്കൻ്റെ വെൽക്കം ടു ബിയോണ്ട്. സോ കഥ നടക്കുന്നത് ചൈനയിൽ വർഷം 1400 AD, BC അല്ല AD. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് റഫ്ലി 2660 വർഷം കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വക്കൻ്റെ ആയാലും ഔട്ട്സൈഡ് വേൾഡ് ആയാലും ഒരുപാട് കാര്യങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും വാർഡോഗ്സും അവരുടെ വൈബ്രേനിയം മിഷൻസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൈനയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈനയിൽ ഖുൺ ലുൺ അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു. ഇതൊരു മിസ്റ്റിക്കലായുള്ള ഹിഡൻ സിറ്റി ആണ്. അതായത് ഷാങ്ചി സിനിമയിൽ ടാലോ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ടല്ലോ, അതേപോലെ വേറെ ഡയമെൻഷനിലുള്ള സ്ഥലം. നമ്മുടെ മാർവൽ കോമിക്സിൽ അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഈ അയൺ ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർവലിന്റെ തന്നെ നെറ്റ്ഫ്ലിക്സ് മാർവൽ യൂണിവേഴ്സ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ആഗിയിലൊക്കെ പെടുന്ന ഒരു ക്യാരക്ടർ ആൻഡ് സ്റ്റോറി ലൈൻ ആണ്. സോ ഈ ഒരു സ്ഥലം തന്നെ ഈ ഒരു എപ്പിസോഡിന് ചൂസ് ചെയ്തതിന് ഒരു റീസൺ ഉണ്ട്. നമുക്ക് പോണ വഴിക്ക് പറയാം. സോ ഇപ്പൊ രാവിലെ രണ്ടുപേരും ഒരു വീട്ടിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പേരാണ് ഭാഷ. അന്തമാതിരി ഭാഷയല്ല, ഇത് വക്കൻ്റെ ഭാഷ. ഇവനാണ് ഈ ഒരു എപ്പിസോഡിലെ വാർഡോഗ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവളറിയാതെ ഇവ ഇങ്ങനെ ഒളിച്ചും പാത്തും പോകുന്നത് എങ്ങടെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ടെമ്പിളിലേക്കാണ്. കാരണം ആ ടെമ്പിളിലെ പ്രതിഷ്ഠയിലാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്, അതായത് വൈബ്രേനിയം. ഈ ഭാഷ ശരിക്കും ഇവിടേക്ക് വന്നത് തന്നെ ഈ ഒരു വൈബ്രേനിയം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മിഷൻ ആയിട്ടാണ്. പക്ഷെ അവന്റെ എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ട് അവൻ മഞ്ഞിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഒരു പെണ്ണാണ് അവനെ രക്ഷിച്ച് സൂപ്പൊക്കെ കൊടുത്ത് അവനെ റിക്കവർ ആവാൻ സഹായിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരു റിലേഷനും തുടങ്ങുന്നുണ്ട്. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് ഇവനൊരു ട്രാവലർ ആണെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് ഭാഷയെ ഒരു ദിവസം ആ ടെമ്പിൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അന്ന് ഭാഷ സ്പോട്ട് ചെയ്തതാണ് ആ വൈബ്രേനിയം. അങ്ങനെ ഈ ഒരു ദിവസം തരം കിട്ടിയപ്പോൾ അത് എടുക്കാൻ പ്ലാനിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വൈബ്രേനിയം ആ ഡ്രാഗൺ പ്രതിമയുടെ വായുടെ ഉള്ളിലാണുള്ളത്. അതാണെങ്കിൽ വലിച്ചെടുക്കാനും പറ്റില്ല. ആരൊക്കെ വരണ കണ്ട ഭാഷ ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഒന്നും നോക്കിയില്ല, അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഡ്രാഗൺ തലയോടെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് ഇറങ്ങി. പക്ഷെ കാറ്റടിച്ചപ്പോ ഇതും കൊണ്ട് മുങ്ങുന്നത് കണ്ട ടെമ്പിളിലെ ഗാർഡ്സ് ഇവന് പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. ഭാഷ ആണെങ്കിൽ അവന്മാരൊക്കെ വെട്ടിച്ചിറങ്ങി ഓടി ഇവൻ പണ്ട് വന്ന് വീണ ആ സ്ഥലത്തെത്തി. അവിടെയായിരുന്നു അവന്റെ എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത്. അവ അതെടുത്ത് സ്കൂട്ടായി. അതൊരു സാധാരണ എയർക്രാഫ്റ്റ് ഒന്നുമല്ല, സൂപ്പർ സോണിക് സ്പീഡ് ഉള്ള ഒരു അഡ്വാൻസ്ഡ് ഫ്ലൈറ്റ്. 1400 AD ആണ് വർഷം. ആദ്യത്തെ വിമാനം ഉണ്ടാക്കിയ റൈറ്റ് ബ്രദേഴ്സ് അവരുടെ പാരന്റ്സ് പോലും ജനിച്ചിട്ടുണ്ടാവില്ല എന്ന്. എന്തോ പറയാൻ 2000 വർഷം മുമ്പ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയ വക്കൻ്റെ ആണല്ലോ, അപ്പൊ അതൊക്കെ സ്വാഭാവികം. എന്തൊക്കെയായാലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവന്റെ മിഷൻ ക്യാപ്റ്റനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവൻ മരിച്ചു എന്നാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവൻ പോയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്തോ ഒരു പവർ ആ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് നമുക്ക് പോണ വഴിക്ക് പറയാം. അങ്ങനെ ഭാഷ നേരെ ചെന്നിറങ്ങുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന വക്കൻ്റെ ആ വാർഡോഗ്സ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. അവിടെ ഇയാൾക്ക് കുറെ ഫാൻസ് ഒക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ക്യാപ്റ്റനുമായിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, ക്യാപ്റ്റൻ ഈബോ. ഇയാളാണ് ഇവന്റെ മിഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരങ്ങനെ ഈ എടുത്തോണ്ട് വന്ന മുതൽ സ്റ്റോറി എന്ന ആർട്ടിഫാക്ട് ഗാലറിയിലേക്ക് പോണ വഴിക്ക് ക്യാപ്റ്റൻ ഇപ്പൊ പ്രത്യേകം പറയുന്നുണ്ട്, നീ ആ വൈബ്രേനും പീസ് മാത്രം എടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ആ സ്റ്റാച്ചു മുഴുവൻ എടുത്തോണ്ട് വരാനല്ലായിരുന്നു മിഷൻ. ഇതൊക്കെ പിന്നെ വലിയ പുലിവാലാവും. അതായത് വാർഡോഗ്സ് ഇത്തരം മിഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവരത് ചെയ്തതിനുള്ള തെളിവൊന്നും ബാക്കി വരരുത്. മാത്രമല്ല ആരും ആ പേരും പറഞ്ഞ് വക്കൻ്റെയിലേക്ക് അന്വേഷിച്ചു വരാനും പാടില്ല. ഡെസ്കിന്റെ അപ്പുറത്തുനിന്ന് റൂൾസ് വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതൊക്കെ എടുത്തോണ്ട് വരുന്ന പാട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന വാർഡോഗ്സിനെ അറിയാവുള്ളൂ എന്ന് ഭാഷയും പറയാണ്. അവരങ്ങനെ ആർട്ടിഫാക്ട് ഗാലറിയിൽ എത്തി. അവിടെ ആണെങ്കിൽ ഇതുപോലെ റിക്കവർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും കാണാം. അവിടെ ഹൈ കൗൺസിലർ റക്കീം ഇവരെ നോക്കിയിരിക്കുകയാണ്. ഭാഷ ഈ കൊണ്ടുവന്ന സാധനം റക്കീമിന് നേരെ കൊടുക്കുമ്പോൾ അയാൾ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഈ വൈബ്രേനും മാത്രം നമ്മുടെ ഉള്ളൂ, അത് പുറമെ ഉള്ളവർക്ക് കിട്ടിയ ദുരുപയോഗം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് വക്കൻ്റെക്ക് തന്നെ ത്രെറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കരുതി ഇതേപോലെ ഓരോന്ന് പറിച്ചെടുത്തോണ്ട് വന്നാൽ അതിന്റെ പിറകെ ആരെങ്കിലും ഒക്കെ വരും, പിന്നെ അത് വലിയ പ്രശ്നമാവും. പറയണത് ശരിയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് റിക്കവർ ചെയ്ത ലയന്റെ മാസ്ക് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഭാഷ വന്നിറങ്ങിയ ഫ്ലൈറ്റിന്റെ റിപ്പോർട്ട്സ് എടുക്കുന്ന സ്ഥലത്ത് എന്തോ പ്രശ്നം തോന്നിയിട്ട് നോക്കാൻ പോയ അവിടുത്തെ ആളെ ആരോ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് അടിക്കുകയാണ്. സ്പോട്ടിൽ ഭാഷയ്ക്കും ക്യാപ്റ്റൻ ഇബോയ്ക്കും എന്തോ ഇഷ്യൂ ഉള്ളതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് അവരത് നോക്കാൻ വേണ്ടി ഇറങ്ങി ഓടി. ഇങ്ങനെ വണ്ടി എടുത്ത് പൊക്കോണ്ടിരിക്കുന്ന ഭാഷയെ ഒരാൾ വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അതൊരു മാസ്ക് ഇട്ട ഫൈറ്റർ ആണ്. അയാൾ ഇബോയെ ഇടിച്ചുകൊണ്ട് ഭാഷ എവിടെയാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഫൈറ്റർ ആണ് നമ്മൾ ഖുൺ ലുനിലെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രൊട്ടക്ടർ ഓഫ് ദ മൗണ്ടൻസ് അഥവാ അയൺ ഫിസ്റ്റ്. ഇതേ അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന പവർ ആണ് അവിടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് മുമ്പ് ഭാഷയോട് ഫ്ലൈറ്റിൽ വെച്ച് ഇബോ പറഞ്ഞുകൊണ്ടിരുന്നത്.
അയൺ ഫിസ്റ്റ് ഭാഷയുടെ ഫ്ലൈറ്റിൽ അവൻ ആ ഡ്രാഗൺ സ്റ്റാച്ചു മോഷ്ടിച്ചുകൊണ്ട് പോയത് അറിഞ്ഞിട്ട് കയറി കൂടിയതാണ്. ഇബോ അങ്ങനെ തന്ത്രപരമായിട്ട് ഭാഷയെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അയൺ ഫിസ്റ്റിനെ അവരുടെ വക്കൻഡൻ വാരിയേഴ്സിന്റെ ക്ലബിലേക്ക് കയറ്റിവിട്ടെങ്കിലും അവന്മാരൊക്കെ സെക്കൻഡ് നേരം കൊണ്ട് അടിച്ചിട്ടിട്ട് അയൺ ഫിസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇതൊക്കെ അറിഞ്ഞ ഭാഷ ഒരു സൈഡിൽ കൂടെ ഓടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഇബോ ആയിട്ട് കൂട്ടിമുട്ടി. ഇബോ ആണെങ്കിൽ നീ കാരണമാണ് ഇപ്പോൾ ഈ വക്കൻഡയിൽ ഇൻട്രൂഡറൊക്കെ കയറി കൂടിയത്, ഞാൻ അപ്പളേ പറഞ്ഞതാണ് നോക്കിയും കണ്ടൊക്കെ മിഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ ഹൈ കൗൺസിലർ റക്കിമി വിവരം അറിഞ്ഞിട്ട് എന്താ ഉണ്ടായതെന്ന് ആ അടി കൊണ്ടവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസ്ക് ഇട്ട ഫൈറ്ററാണ്, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ആരും ഇടിക്കുന്നത് ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. എന്നാലും ഇപ്പൊ അവ എങ്ങനെ ഇവിടെ കയറി കൂടിയെന്നാണ് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റക്കിമിന് എന്തായാലും കാര്യം മനസ്സിലായി. കാരണം പുറമേന്ന് ആർക്കും വക്കൻഡയിലേക്ക് അങ്ങനെ വരാനൊന്നും പറ്റില്ല. ഇനി വരണമെങ്കിൽ തന്നെ ആരെങ്കിലും ഫോളോ ചെയ്തതായിരിക്കണം. ഇന്നാണെങ്കിൽ ഭാഷയുടെ ഫ്ലൈറ്റ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. പണി എന്തായാലും പാളിയെന്ന് ഭാഷയ്ക്കും ഇബോയ്ക്കും മനസ്സിലായി. റക്കീമ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻട്രൂഡറിനെ കണ്ടുപിടിക്കണം. മിക്കവാറും ആർട്ടിഫാക്ട് ഗാലറിയിലേക്ക് ആയിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. എന്തായാലും ഇബോനോട് റക്കീമിനെ ആർമിയെ വഴിതിരിച്ചുവിടാൻ ഏൽപ്പിച്ചിട്ട് ആർട്ടിഫാക്ട് ഗാലറിയുടെ ഭാഗത്തേക്ക് ഭാഷ ഓടിപ്പോയി. ഇതേ സമയത്ത് അയൺ ഫിസ്റ്റ് ഓടിച്ചെന്ന് ഒരിടത്തെത്തിയപ്പോ പുറമെയുള്ള വക്കന്റെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇത് കണ്ടോണ്ട് വന്ന ഭാഷ പതുക്കെ ചെന്നിട്ട് അയൺ ഫിസ്റ്റിനെ ഇടിച്ചിട്ടിട്ട് നീ ആരാണെന്ന് ചൈനീസിലൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മുഖം മൂടി മാറ്റി ആളാരാണെന്ന് റിവീൽ ചെയ്യുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പെണ്ണായിരുന്നു. വേറെ ആരുമല്ല, ഭാഷയുടെ കൂടെ കുൺലുണിലുണ്ടായിരുന്ന ജൊറാനി. ഈ ജൊറാനിയാണ് ദ അയൺ ഫിസ്റ്റ് ആൻഡ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ മൗണ്ടെയിൻസ്. ഇതും കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാഷ. അതായത് ആക്ച്വലി ഈ ജൊറാനി അറിയാതെ അവ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായി തുടങ്ങിയിരുന്നെങ്കിലും അവന്റെ അവിടത്തേക്കുള്ള വരവിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ജൊറാനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ രക്ഷപ്പെടുന്ന ഗ്യാപ്പിൽ അവന്റെ എയർക്രാഫ്റ്റിനുള്ളിൽ കയറി കൂടിയതാണ് ജൊറാനി. എങ്ങോട്ടായി കൊണ്ടുപോകുന്നെന്ന് അറിയണമല്ലോ. എന്തൊക്കെയായാലും അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടതിന്റെ ചതിച്ചതിന്റെ ഒക്കെ വാക്കുതർക്കത്തിന്റെ ഇടയിൽ ഭാഷ വഴിതിരിക്കാൻ വേണ്ടി സാധനം എന്തായാലും ഓറഞ്ച് സെക്ടറിൽ എത്തിയിട്ടുണ്ടാവും, നിനക്കിനി അത് കിട്ടാൻ ഒരു വകുപ്പില്ല എന്ന് പറഞ്ഞു തീരുന്ന നേരം കൊണ്ട് താഴെ വഴി പോകുന്ന ഒരു ഓറഞ്ച് ട്രെയിനിൽ ജൊറാനി ചാടി കയറി. ബൈ ദ വേ, ഈ കാണിക്കുന്ന ഓറഞ്ച്, നീല, പച്ച റെയിലുകളൊക്കെ ശ്രദ്ധിക്കണം. ബ്ലാക്ക് പാന്തർ സിനിമയിൽ ബ്ലാക്ക് പാന്തറിന്റെ സ്യൂട്ട് ഉണ്ടാക്കുന്ന ഷുറിയുടെ ആ ലാബുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ അണ്ടർഗ്രൗണ്ടിൽ കുറെ വൈബ്രേനിയം കൊണ്ടുവന്ന മാഗ്നറ്റിക് റെയിൽസ് ഇല്ലേ, അത് തന്നെയാണിത്. ചിലപ്പോ ഇനി ഈ സ്ഥലം ആയിരിക്കും ഭാവിയിൽ ആ ലാബുള്ള സ്ഥലം ആവുന്നത്. എന്തായാലും ഭാഷ പിന്നാലെ ചാടി, പിന്നെ അവർ തമ്മിൽ അടിപിടിയായി. അവസാനം ഭാഷയെ മറികടന്ന് ജൊറാനി ആർട്ടിഫാക്ട് ഗാലറിയിൽ എത്തി അയൺ ഫിസ്റ്റ് കൊണ്ട് ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി. അയൺ ഫിസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയൺ ഫിസ്റ്റ് എന്ന് പറയുന്നത് കുൺലുൺ എന്ന് പറയുന്ന ഈ ഒരു മിസ്റ്റിക്കൽ പ്ലേസിന്റെ ഗാർഡിയൻ ആണ്. അതായത് ഇതൊരാളല്ല, ബ്ലാക്ക് പാന്തർ പോലുള്ള ഒരു ടൈറ്റിൽ നെയിമാണ്. കാലങ്ങളായിട്ട് ഇതുപോലെ പല അയൺ ഫിസ്റ്റുകളും മാറി മാറി വരും. ഇവിടെ ഈ ജൊറാനി എന്ന് പറയുന്നത് ആദ്യത്തെ അല്ല, ബട്ട് ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു അയൺ ഫിസ്റ്റ് ആണ്. ഈ അയൺ ഫിസ്റ്റുകൾക്ക് സാധാരണ വാരിയേഴ്സിനേക്കാൾ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കിൽസും പവേഴ്സും സെൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഫിസ്റ്റിലേക്ക് ചി എന്ന് പറയുന്ന ഒരു ലൈഫ് എനർജി ചാനൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു പഞ്ചിന് എന്ന് പറയുമ്പോൾ മാരകമായിട്ടുള്ള ഒരു പവർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ അതേ പഞ്ചിന്റെ പവർ കൊണ്ട് തന്നെയാണ് ജൊറാനി ഈ വാതിലൊക്കെ ഒറ്റയടിക്ക് പൊളിച്ചത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജൊറാനി ഇമ്മോർട്ടൽ ഡ്രാഗൺ ആയിട്ടുള്ള ഷൗ ലോവിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അതിന്റെ മോൾട്ടൻ ഹാർട്ടിൽ നിന്ന് എനർജി എടുത്തിട്ടാണ് അയൺ ഫിസ്റ്റ് ആയതെന്നൊക്കെയാണ്. എന്തൊക്കെയായാലും ജൊറാനി അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ സൈഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ആ മാലയൊക്കെ കാണാം. ഭാഷ അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ ആരുടെയൊക്കെ മുതലാണ് മോഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടിയായി. ഇവിടെ അയൺ ഫിസ്റ്റിന്റെ അടി ഭാഷ നമ്മുടെ പഴയ ലയന്റെ മാസ്ക് ഒക്കെ വെച്ച് തടുക്കുന്നുണ്ട്. അതായത് അയൺ ഫിസ്റ്റിന്റെ പവറിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അടിയും ബഹളമൊക്കെ ആയിട്ട് അവർ രണ്ടും കൂടി ആ സ്ഥലം മൊത്തം നശിപ്പിച്ചു. ഈ ഒരു സമയത്താണ് ക്യാപ്റ്റൻ ഇബോ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഭാഷ അങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജൊറാനി വളരെ ഈസി ആയിട്ട് ആ വൈബ്രേനിയം നാവ് ഡ്രാഗൺ സ്റ്റാച്ചുവിന്റെ വായിന്ന് വലിച്ചെടുത്തിട്ട് ഇന്നാ നിന്റെ വൈബ്രേനിയം, എന്റെ സ്റ്റാച്ചു ഞാനിങ്ങ് എടുക്കുക പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കാര്യം. അങ്ങനെ അവസാനം ഭാഷ ജൊറാനിയോട് ചെയ്തതിനൊക്കെ സോറി പറയുകയാണ്. ഈ ഒരു ടൈമിലാണ് ഹൈ കൗൺസിലർ റക്കീം അങ്ങോട്ട് വരുന്നത്. ഭാഷ പെട്ടെന്ന് തന്നെ ജൊറാനി ഒളിപ്പിച്ച് ഇബോയ്ക്ക് ഒരു അടിയും കൊടുത്തിട്ടിട്ട് ഒരു വിധത്തില് ഇതൊരു ഇൻട്രൂഡർ വന്നുള്ള ആക്ഷൻ എടുക്കേണ്ട ട്രെയിനിങ് ആയിരുന്നു, മാസ്ക് ഇട്ടിട്ട് ഞാനും ഇപ്പം കൂടി പ്ലാൻ ചെയ്തതായിരുന്നു, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് വിട്ടു. അങ്ങനെ അവസാനം അങ്ങേര് പോയപ്പോ അവരെല്ലാരും കൂടി ഒരു ടണൽ വഴി ജൊറാനിയെ എയർക്രാഫ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് ആരും അറിയാതെ തിരിച്ച് വീട്ടിൽ വിടാൻ പോകുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പൊ എന്തൊക്കെയായാലും ഗൈസ്, ഇതൊക്കെയാണ് എപ്പിസോഡ് 3 നടന്ന കാര്യങ്ങൾ. വീഡിയോ എൻഗേജിംഗ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഡൗട്ട്സ് രണ്ടും കമന്റ് ബോക്സിൽ പറയണം. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഐസ് ഓഫ് അക്കൻഡയുടെ ഫൈനൽ എപ്പിസോഡാണ്. ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഇറങ്ങും. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. ഗുഡ് ബൈ. ബൈ.